ഇങ്ങനെ പറഞ്ഞു പെരുന്നാളായല്ലേ? എന്താണ് നിങ്ങളുടെയൊക്കെ പരിപാടി? എന്താണ്? പണ്ടാണെങ്കിൽ വല്ല സിനിമക്കൊക്കെ പോവായിരുന്നു. ഇപ്പൊ ആരും തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. ഇപ്പൊ ആരും തിയേറ്ററിൽ പോയി കാണണം, എല്ലാവരും ഇതിനകത്തുണ്ടല്ലോ. പടം കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണണം. അതിന്റെ ഫീലൊന്ന് വേറെയാണ് അല്ലേ? ഞാനിന്ന് വണ്ടി എടുത്ത് കറങ്ങാനിറങ്ങും. വൈകുന്നേരം ആവാൻ ബീച്ചിൽ പോകും. നിങ്ങൾ വന്നിണ്ടാ? അന്ന് നീ വീട്ടിൽ പോയി വണ്ടി എടുത്തിനുമ്പാ, ഞാൻ റെഡിയാണ്. ഞാനും. നീ എന്താണൊന്നും മിണ്ടാത്ത? നീ വന്നില്ലേ? ഞാൻ വന്നില്ലടപ്പ. ഞാനേ ഇന്ന് എനിക്ക് വീട്ടിൽ കുറച്ച് പണിയുണ്ട്. പെരുന്നാളായിട്ടും വീട്ടിലെ പണിയാ. ഒന്ന് നിർത്തിക്കൂടെ ചെറു? എടാ അതെ, ഓണം ആയാലും ക്രിസ്മസ് ആയാലും ഇനി പെരുന്നാളായാലും ഈ പണി ചെയ്യാതിരിക്കാൻ പറ്റൂല. ഇത് ജീവന്റെ വിലയുള്ള പണിയാണ് മോനെ. ജീവന്റെ വിലയുള്ള പണിയാ? എന്ത് പണിയാണ്? ജീവന്റെ വിലയുള്ള പണി. അതായത് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ വന്നേ നോക്കി, ഇത് കണ്ട. ഇപ്പൊ വർഷക്കാലമാണ്. ഇതുപോലെ ഒഴിഞ്ഞ പാത്രങ്ങളും ചിരട്ടകളിലും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കും. ഈ വെള്ളം എന്ന് പറയുന്നത് കൊതുകിന്റെ ഉറവിടമാണ്. ഇതിലാണ് കൊതുക് മുട്ടയിട്ട് പെരുകണത്. ഇത് ഒഴിവാക്കാനായിട്ട് വേറെ കാര്യമൊന്നുമില്ല. അതേ നോക്കി, ഇതിങ്ങനെ മറിച്ചിട്ടാ മതി. കണ്ടാ, ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലേ ഈ ഡെങ്കിപ്പനി ഈ നാട്ടിൽ നിന്ന് പോകൂല. ഇനി വേറൊരു കാര്യമുണ്ട്. ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചു തരാം. വന്നേ, അതെ ഇത് കണ്ട, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണണ്ട. ഈ വെള്ളം നമ്മൾ ഒഴിവാക്കണം. അതിന് ചെറിയൊരു പണികളുതേ. ഇങ്ങനെ ഈ ഒരു മമ്മട്ടി എടുത്തിട്ട് ചെറിയൊരു ഇങ്ങനെ ചാല് കീഴിയാണ്ട് കൊടുക്കാം. ഈ വെള്ളം അങ്ങോട്ട് ഒഴിയാൻ അങ്ങോട്ട് വെക്കണം. ഇതുപോലെ നമ്മുടെ വീട്ടിലും പരിസരത്തും ഒക്കെ വെള്ളം ഉണ്ടാകും. അതൊക്കെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നറിയോ? ഈ വെള്ളത്തിൽ എലി മൂത്രം ഒഴിക്കും. എലി മൂത്രം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഗാണുക്കൾ നമ്മുടെ കാലിലെ മുറിവിലൂടെ ശരീരത്തിലേക്ക് കയറും. അപ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറയും, പനി വരും. ഈ പനി എലിപ്പനിയാണെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മരണം ഉറപ്പാണ്. നമ്മളുടെ പഞ്ചായത്തിൽ അല്ലെങ്കിലും തൊട്ടടുത്ത പഞ്ചായത്തിൽ ഒരാൾ എലിപ്പനി വന്ന് മരിച്ചതറിയാലോ. അങ്ങനെ ഇല്ലാതായത് ആ കുടുംബത്തിന്റെ അത്താണിയാണ്. അതിന് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ അനുസരിക്കണം. എലിപ്പനിയെ പ്രതിരോധിക്കാൻ ആശാപ്രവർത്തകർ വഴിയായിട്ട് ഡോക്സിസൈക്ലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗുളിക കിട്ടും. അത് എല്ലാവരും കൃത്യമായിട്ടാണ് കഴിക്കണം. പിന്നെ അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഡ്രൈ ഡേ ആയിട്ട് ആചരിക്കുകയാണെങ്കിട്ടുണ്ടെങ്കിൽ ഏത് രോഗം ഈ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുരത്തി കളയാൻ പറ്റും. നീ പറഞ്ഞ ശരിയാണ്ട? അവൻ പറഞ്ഞത് ശരിയല്ലേ? ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമല്ലേ? നമ്മുടെ ഉത്തരവാദിത്തമാണ്. എടാ എന്നാ ഞാൻ പോട്ടേടാ, എന്റെ വീട്ടിലുണ്ട് മരത്തെ കുറച്ച് പണികളാക്കാം. നിങ്ങൾ വന്നിണ്ടാ? ഞങ്ങൾ വന്നിട്ടുണ്ട്. എടാ നിന്നേടാ. ഈദ് മുബാറക്. ഈദ് മുബാറക്.